മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റുക. നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക. നാവിന് രുചി തോന്നാത്ത ഭക്ഷണം ഒഴിവാക്കുന്നത് പോലെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് ലഭിക്കുമ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുമാണ് സ്നേഹം എന്ന വാക്കിന് ഭംഗി കൂടുന്നത്. സ്വയം വില കളയുന്നതിനേക്കാൾ നല്ലത് ഇത്തിരി വേദനിച്ചാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുന്നതാണ്. സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടവും കേൾക്കാൻ ഒരു മനസ്സും ഉണ്ടെങ്കിൽ പലർക്കും അതൊരു ആശ്വാസമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കേട്ടിരിക്കാൻ ഒരാളുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആശ്വാസം. ചിലരുടെ ജീവിതം കണ്ടാൽ നമുക്ക് തോന്നും എല്ലാം തികഞ്ഞ സന്തോഷമുള്ള ഒരു ജീവിതമാണെന്ന്. പക്ഷേ അവരുമായി അടുക്കുമ്പോൾ അറിയാം, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയാണ് അവർ ജീവിക്കുന്നതെന്ന്. ഭക്തരെ, ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഈശ്വരൻ്റെ തീരുമാനങ്ങളാണ്. അതിൽ ഒരു പിഴവും വരില്ല, തീർച്ച. കാത്തിരിക്കുക. ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം വന്നു ചേരാനുണ്ട്. പണം കൊണ്ട് ആരെയും അളക്കരുത്. അത് ഇന്ന് വരും, നാളെ പോകും. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് വിജയിക്കാനുള്ള യോഗ്യത നേടുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനു പകരം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. ഭക്തരെ, മറ്റുള്ളവർക്ക് സങ്കടം നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക, കൊടുക്കുന്നതൊക്കെയും തിരിച്ചു വരുന്നൊരു കാലം വന്നു ചേരും, തീർച്ച. അന്യരുടെ രഹസ്യവുമായി വരുന്നവരെ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ രഹസ്യവുമായിട്ടായിരിക്കും അവർ തിരികെ പോകുന്നത്. മനുഷ്യനായാൽ മാറും. മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ്. പക്ഷേ നിങ്ങളെ സ്നേഹിച്ചവരെ, നിങ്ങളെ സഹായിച്ചവരെ, നിങ്ങളെ പരിഗണിച്ചവരെ, നിങ്ങളോടൊപ്പം സങ്കടങ്ങളിലും സന്തോഷത്തിലും പങ്കുചേർന്നവരെ മറന്നുകൊണ്ടാവരുത് ഒരാളുടെയും മാറ്റങ്ങൾ. ഒരു വ്യക്തിയുടെ നിസ്സഹായതയെ മുതലെടുക്കുന്നതും നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നതുമാണ് ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം. സ്നേഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുക. തെറ്റു കണ്ടാൽ പ്രതികരിക്കുക. സങ്കടം വന്നാൽ കരയുക. സന്തോഷമാണെങ്കിൽ ചിരിക്കുക. ദേഷ്യം വന്നാൽ നിശബ്ദത പാലിക്കുക. ഭക്തരെ, താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായാൽ ഭൂമി കുലുങ്ങിയാലും പിടിച്ചു നിൽക്കും. ഇന്നലകൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനാകില്ല. പക്ഷേ ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും നാളെകൾ നിങ്ങളുടേതാണ്. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും. ഭക്തരെ, മറ്റുള്ളവർ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിൻ്റെ താക്കോൽ. ഓരോ മനുഷ്യരും ഓരോ പാഠങ്ങളാണ്. എങ്ങനെ ഒരാൾ ആകരുതെന്നും എങ്ങനെ ആവണമെന്നുമുള്ള പാഠങ്ങൾ. ജീവിതത്തിൽ അഗാധമായി ഒരാളെ സ്നേഹിച്ചാൽ, അത്രമേൽ അയാളിൽ അടിമപ്പെട്ടാൽ
അവരില്ലാത്ത സാഹചര്യം ചിലപ്പോൾ ഭ്രാന്ത് പിടിപ്പിച്ചെന്ന് വരാം. കാരണം ഭ്രാന്തമായ സ്നേഹം ജീവിതത്തിൽ ഒരിക്കൽ ഒരാളോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക. ഭക്തരെ, 1000 പേർ നിങ്ങളെ തളർത്തുമ്പോഴും ഒരാളെങ്കിലും നിങ്ങളെ തലോടാനുണ്ടാകും. ആ ഒരാളെ നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഭക്തരെ, അണഞ്ഞു പോയതിനു ശേഷമേ അറിയൂ വെളിച്ചമായിരുന്നുവെങ്കിലും കൂടെ ഉണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നുവെന്ന്. മനസ്സ് നിറയ്ക്കാനും മനസ്സ് തകർക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരും ഇല്ല എന്നതാണ് സത്യം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കും. ബന്ധങ്ങൾ എന്നും വിലപ്പെട്ടതാണ്. പക്ഷേ എല്ലാവരിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. കാരണം വളരെ കുറച്ച് പേർക്കു മാത്രമേ അതിൻ്റെ വിലയറിയൂ. ആരെയും എന്തും പറയാം എന്ന് കരുതാതിരിക്കുക. ചിലപ്പോൾ അവർ പ്രതികരിക്കില്ലായിരിക്കാം. പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞു കരയുന്ന അവരുടെ കണ്ണുനീരിന് ഈശ്വരൻ പകരം ചോദിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.